ഒരാൾ മദ്യം ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ലഹരി ഉപയോഗിച്ചാൽ ഒന്നാമത് ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം? അവനവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ലഹരി ഉപയോഗിക്കാൻ. അങ്ങനെ ഉപയോഗിച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, ഒരാൾ തന്റെ ജീവിതത്തിൽ ഒന്നാമത് ലഹരി ഉപയോഗിച്ചു പോയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവന്റെ ഖൽബിൽ നിന്ന് അല്ലാഹു തആല ഈമാനിന്റെ പ്രകാശത്തെ ഊരിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രകാശത്തെ അല്ലാഹു തആല ഊരിക്കളയും. പിന്നെ അവന്റെ ഹൃദയം ഇരുട്ടായി മാറും. പിന്നെ ഒരു നന്മയും ചെയ്യാൻ അവർക്ക് തോന്നില്ലെന്നാണ്. രണ്ടാമത് ഏതെങ്കിലും ഒരാൾ കള്ളു കുടിച്ചു പോയാൽ, രണ്ടാമത് ഏതെങ്കിലും ഒരാളോ മദ്യമോ ലഹരിയോ ഉപയോഗിച്ചു പോയോ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബരിഅ മിൻഹു റഹ്മാ, അല്ലാഹു പടച്ചുറപ്പ് അവന്റെ റഹ്മത്തിനെ അവനിൽ നിന്ന് ഊരിക്കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. രണ്ടാമത് കള്ളുടിച്ച റഹ്മത്തിനെ അല്ലാഹു തആല ഊരിക്കളയും. റഹ്മത്തില്ലെങ്കിൽ പിന്നെ ദുനിയാവും ആഖിറവും പരാജയമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മൂന്നാമത് ഒരാൾ മദ്യം ഉപയോഗിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ അതാണ് പ്രശ്നം. ഏതെങ്കിലും ഒരാൾ മൂന്നാമതായിട്ട് ലഹരി ഉപയോഗിച്ചു പോയാൽ ബരിഅ മിൻഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവർ ഒഴിവാക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. കള്ളു കുടിക്കുന്നവനുണ്ടല്ലോ, ലഹരി ഉപയോഗിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹു പടച്ചുറപ്പ് അല്ലാഹുവിന്റെ റസൂൽ അവനെ മൈൻഡ് ചെയ്യില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്. നബി തങ്ങളാണ് മൈൻഡ് ചെയ്യൂല. മദ്യപാനി ലഹരി ഉപയോഗിച്ചവൻ തൗബ ചെയ്യാതെ മരണപ്പെട്ട് നാളെ പരലോകത്തേക്ക് വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ മൈൻഡ്. നാലാമത്തെ കാര്യം, ഒരാൾ നാലാമത് ലഹരി ഉപയോഗിച്ചാൽ മലക്കുൽ മൗത്ത് അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുൽ മൗത്ത് ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ റൂഹ് പിടിക്കാൻ വരൂല, മരിക്കൂല എന്നല്ല അതിന്റെ അർത്ഥം. അവൻ റൂഹ് പിടിക്കുമ്പോൾ ഒരു കാരുണ്യവും അല്ലാഹു തആല കാണിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസറായിലെ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോൾ ഒരു കാരുണ്യവും അവനോട് കാണിക്കില്ലെന്നാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.